നമുക്ക് ബൈബിൾ ക്ലാസ് ആരംഭിക്കാം. ഇത് ആദ്യ ദിവസം ആയതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് കൂടുതൽ സമയമെടുത്തു. ഇന്ന് നമ്മളുടെ പഠനത്തിന് ഞാൻ എടുത്തിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത് എൻ്റെ രക്ഷിക്കപ്പെടലിൻ്റെ ആധാരവാക്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട ദിവസം എനിക്ക് ലഭിച്ചതായ ആധാരവാക്യം. നമ്മളുടെ വിശ്വാസ ജീവിതത്തിന് എപ്പോഴും ബൈബിളാണ് ആധാരം. പക്ഷെ അതിൽ തന്നെയും നമുക്ക് ഏത് നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ തറച്ചിരിക്കുന്ന ഒരു വാക്യം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരു വേദഭാഗം, അല്ലെങ്കിൽ അതൊരു അധ്യായമായിരിക്കാം, അതൊരു വേദഭാഗമായിരിക്കാം, ഒരു ചെറിയ വാക്യമായിരിക്കാം, ഒരു വാക്കായിരിക്കാം. അപ്പോൾ ഇതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഇങ്ങനൊരു സംഗതി കാണാൻ. എനിക്ക് രക്ഷയെക്കുറിച്ച് പോലും അറിയില്ലായിരുന്നു, എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ ദിവസം എനിക്ക് ലഭിച്ചതായ ഒരു വാക്യത്തെ ഞാൻ ആ ദിവസം തന്നെ, ഇതാണ് എൻ്റെ ആധാരവാക്യം, ഇതാണ് എൻ്റെ കീവേഡ്സ്, ഇതാണ് എൻ്റെ അടിസ്ഥാന വാക്യം എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അതെനിക്ക് ലഭിച്ച എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാൻ 2009 ഡിസംബറിലാണല്ലോ രക്ഷിക്കപ്പെടുന്നത്. ആ സമയത്ത് ഇതുപോലെയുള്ള ഇന്റർനെറ്റ് വലിയ വിവിധമായ രീതിയിൽ വന്നിട്ടില്ല. ഫേസ്ബുക്കൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. അന്ന് ആകെപ്പാടുള്ളത് യാഹൂ മെസ്സഞ്ചറാണ്. യാഹൂ മെസ്സഞ്ചറിലൂടെയാണ് നമ്മൾ ലോകത്ത് ഒട്ടാകെ ആൾക്കാരുമായിട്ട് ആശയവിനിമയം ചെയ്യുന്നത്. അങ്ങനെ അന്ന് എനിക്ക് പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ അന്നും വെറുപ്പാണ്. ഈ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക്, കാരണം അത് അങ്ങനെയാണ് വളർന്നു വന്നത്. അപ്പോൾ എനിക്ക് പെന്തക്കോസ്തുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വേർപെട്ട ആരുമായിട്ടും എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു ബന്ധവും ആരുമായിട്ടും ഇല്ലാതെയാണ് ഒരു പൂർണ്ണ കത്തോലിക്ക വിശ്വാസിയായിരിക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ അന്ന് എന്ത് ചെയ്തു, ഞാൻ അതിന് 2-3 ദിവസത്തേക്ക് മുമ്പായിട്ട് ഈ മെസ്സഞ്ചറിലൂടെ വെറുതെ നോക്കുമായിരുന്നു ഈ ബൈബിൾ സംബന്ധമായ കാര്യങ്ങൾ, ചില സംശയങ്ങൾ. അന്ന് സംശയമുണ്ട്, ഈ കത്തോലിക്കലായിരിക്കുമ്പോഴും വചനത്തിൽ സംശയമുണ്ട്. ഞാൻ 2007 ശരിക്ക് ആധികാരികമായിട്ട് വചനം പഠിക്കാൻ തുടങ്ങിയത്. അത് കത്തോലിക്ക വിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയതാണ്. അപ്പോൾ വേദപുസ്തകം സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുവാനായിട്ട് കണ്ടു വെച്ചിരുന്നത് ഈ ഗൂഗിൾ, അതുപോലെ അന്ന് ഗൂഗിൾ അല്ല, അന്ന് യാഹൂ മെസ്സഞ്ചറിലായിരുന്നു. അങ്ങനെ എനിക്കൊരു കണക്ഷൻ ഉണ്ടായി. കാനഡയിൽ ഒരു സഹോദരിയുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ടായി. അവരിലൂടെ വിശുദ്ധ വചനത്തിന്റെ ചില വിഷയങ്ങൾ, ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട ന്യൂസ് ആദ്യം അറിയിച്ചത് ആ സഹോദരിയാണ്. കാനഡ. ഇന്ന് എനിക്ക് അറിയില്ല, കാരണം കാലക്രമത്തിൽ അവരുടെ ആ ഇമെയിൽ ഐഡി പോലും നഷ്ടപ്പെട്ടു പോയി. ആ സഹോദരി എന്ത് ചെയ്തു, ഇത് അറിഞ്ഞ ഉടനെ എനിക്ക് വേറൊരു സഹോദരിയുടെ ഐഡി തന്നു. അവര് ശരിക്ക് ഇന്നെനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു, അവർ പ്രവാചകയായിരുന്നു. അവർ പ്രവചന ശുശ്രൂഷയുള്ള ഒരു വേർപെട്ട സഭയിലെ വിശ്വാസിയായിരുന്നു. അവര് എനിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസം ഞാൻ എൻ്റെ ഏത് അവസ്ഥയിലായിരുന്നു, ഞാൻ കണ്ട ദർശനങ്ങളും അതുപോലെ തന്നെ കർത്താവിന്റെ ശബ്ദം കേട്ടതും, ഇതൊക്കെ മുഴുവൻ ഞാനങ്ങ് അവരോട് പറഞ്ഞു. അവരെല്ലാം കേട്ട് അവര് സ്വസ്ഥമായിട്ട് എല്ലാം കേട്ടിട്ട് അവർ തിരിച്ചു തന്ന ഫസ്റ്റ് റിപ്ലൈ ആണ് ഈ വാക്യം. എന്നോട് പറഞ്ഞു, ബ്രദർ, ദിസ് ഇസ് സംതിങ് unbelievable. What experience we had it is something unbelievable. So what I am going to do, I am going to give you a verse from the Bible. Let that be your trust. You just hold on to that and keep your step forward, and Holy Spirit will guide you. അപ്പോൾ ആ വേഴ്സ് ആണ് ഇന്ന് നമ്മളുടെ ബൈബിൾ ക്ലാസ്സിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. അത് 1 Peter chapter 5 verse 6. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 6-ാം വാക്യമാണ്. ഞാനത് വായിക്കാം ആദ്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. Someone can read in English. Humble yourselves therefore under God's mighty hand, that he may lift you up in due time. Humble yourself under the mighty hand of God, so that he will lift you up in the due time, or other way, perfect time. The first subject of our class is the perfect time of God. കർത്താവിന്റെ തക്ക സമയം. അതിൽ തന്നെയും ഉള്ള 2 വാക്കുകൂടെ നമുക്ക് എടുക്കാം. ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. അതുപോലെ തന്നെ അതിന്റെ 3-ാമത്തെ
ഒരു വിഷയമുണ്ട്, ലിഫ്റ്റ് യു അപ്പ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വാക്യത്തെ മൂന്നായിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. നമ്പർ 1 ഈസ് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്പർ 1. നമ്പർ 2, എവിടെയാ കാത്തിരിക്കേണ്ടത്? അണ്ടർ ദ മൈറ്റി ഹാൻഡ്സ്. ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴെ. എന്തിനു വേണ്ടി കാത്തിരിക്കണം? സോ ദാറ്റ് ഹി വിൽ ലിഫ്റ്റ് യു അപ്പ്. നിങ്ങളെ ഉയർത്തുവാൻ. അപ്പോൾ എനിക്ക് ആ സഹോദരി ഈ വാക്യം തന്ന ആ നിമിഷം മുതൽ ഞാൻ ബൈബിൾ തുറന്നു നോക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാക്യത്തെ കൂടെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത നിമിഷത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു വാക്യത്തിന്റെ ആ ഗ്രാവിറ്റി, അതിന്റെ ഒരു ഘനമുണ്ടല്ലോ, അതിലെ ഓരോ വാക്കിന്റെ ഒരു ഘനം, the gravity of each word of the verse. If you hold on to that gravity, will you have to worry about the next moment? അടുത്ത നിമിഷത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം you have to wait under the mighty hands of God. What you are asked to do is to wait under the mighty hands of God. ശരിക്കും പറഞ്ഞാൽ അതിന്റെ മുകളിലും താഴെയും കൂടെ വായിച്ചെങ്കിൽ മാത്രമേ അപ്പോസ്തലൻ എന്താണ് അവിടെ അർത്ഥമാക്കിയത്. കാരണം he used a word therefore. He used a word therefore. അതുകൊണ്ട് തക്ക സമയത്തെന്ന, അതുകൊണ്ട് therefore. So wherever you find the phrase therefore or because, then ഈ അപ്പോൾ, അത് പ്രകാരം, അതുകൊണ്ട് എന്നൊക്കെ എവിടെയൊക്കെ നമ്മൾ ബൈബിൾ കാണുന്നു, നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കോണ്ടെക്സ്റ്റ് പഠിക്കണം. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് അപ്പോസ്തലൻ ഇത് എഴുതിയിരിക്കുന്നത്, അതുകൂടെ വായിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ബൈബിൾ പഠനത്തിൽ വിവിധ കാര്യങ്ങളുണ്ട്. ബൈബിൾ പഠനത്തിൽ നമ്മളൊരു ബൈബിൾ വാക്യം മാത്രം എടുത്ത് പഠിക്കുമ്പോൾ ഞാൻ അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് പറയാം. ഓക്കെ, ഹൗ ടു ഗോ അബൌട്ട് ബേസിക് ബൈബിൾ സ്റ്റഡി procedures. Number 1, you can begin to read Bible from the first verse. എന്ന് വെച്ചാൽ ഉൽപ്പത്തി 1 മുതൽ നമുക്ക് വേദപുസ്തകം വായിച്ച് പഠിക്കുവാൻ ആരംഭിക്കാം. That is a procedure. But for a new person, a recently saved person, എന്ന് വെച്ചാൽ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ബൈബിൾ പഠിക്കുവാൻ തുടങ്ങുന്ന ഒരു വ്യക്തിക്കോ he will find it very difficult. കാരണം he will not understand anything in the Old Testament. ഈ ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും കൂടെ ആകപ്പാട് കൺഫ്യൂസ് ആകും. പ്ലസ് such a person will have already studied science. ശാസ്ത്രം, സയൻസ് പഠിച്ച ഒരു വ്യക്തിയായിരിക്കും ഈ ജനസിസ് 1 മുതൽ വായിക്കുന്നത്. അപ്പോൾ ജനസിസ് 1 മുതൽ വായിച്ചു വരുമ്പോൾ up to the chapter 11, like 10-11 വരെ he will have thousands of doubts, conflicting doubts ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഈ ഒന്നാം വാക്യം മുതൽ പഠിക്കാൻ തുടങ്ങുന്നത് അത്ര അഡ്വൈസ്ഡ് അല്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് നോട്ട് അഡ്വൈസ്ഡ്. അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചവർ എന്താണ് പറയുന്നത്? ഇഫ് യു ബിഗിൻ ടു സ്റ്റഡി ദ ഗോസ്പൽ ഓഫ് ജോൺ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ പഠിക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, ഇല്ലേ? ആദിയിൽ വചനമുണ്ടായിരുന്നു, ലോഗോസ്. അത് ഗ്രീക്കിൽ പറയും ലോഗോസ് എന്ന്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. ദ വേർഡ് വാസ് വിത്ത് ഗോഡ്. വചനം ദൈവമായിരുന്നു. ദ വേർഡ് വാസ് ഗോഡ്. 3 കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു ദറ്റ് ഓൾഡ് ടെസ്റ്റമെന്റ്, ബിഗിൻ യുവർ സ്റ്റഡീസ് ഫ്രം സിസ്റ്റമാറ്റിക് ആയിട്ട് ബിഗിൻ യുവർ സ്റ്റഡീസ് ഫ്രം ജോൺ ചാപ്റ്റർ 1, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. യെസ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഇല്ലേ? നമ്മൾ ഈ കയ്യിലിരിക്കുന്ന വചനമാണ്. ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ആ വചനം ദൈവത്തോടുകൂടിയാണ്. സോ ആദിയിൽ ദൈവമുണ്ട്. ഗോഡ് ഈസ് ദെയർ ഇൻ ദ ലൈക്ക് എറ്റേണൽ ബിഗിനിങ്, എറ്റേണിറ്റി. ഈ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. സോ അപ്പോൾ നമുക്ക് മനസ്സിലാകും there was nothing in the universe. There was no universe. First of all, there was no universe. So ആദിയിൽ എന്തുണ്ടായിരുന്നു? ആദിയിൽ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ആ ദൈവത്തോടു കൂടെ ആയിരുന്നു ഈ വചനം. സോ ദർ ആർ ടു തിങ്സ് നൗ, ഇല്ലേ? നമ്മളെല്ലാം പറയുന്ന പിതാവായ ദൈവം ഇപ്പോൾ ഒന്നുണ്ടല്ലോ. ദൈവത്തോടു കൂടെ എന്തുണ്ട്? വേർഡ് ഉണ്ട്, ഇല്ലേ? ഇപ്പോൾ രണ്ടായോ? Then it is written, the word was God. അപ്പോൾ ഈ വചനം ആരായിരുന്നു? വചനം ദൈവമായിരുന്നു. ഇപ്പോൾ അവിടെ രണ്ട് വ്യക്തികളെ കാണാൻ പറ്റിയോ? ഒന്ന് ആദിയിൽ ഉള്ള ദൈവം കാണാൻ പറ്റിയല്ലോ. രണ്ടാമത് വചനമാകുന്ന ദൈവം. സോ ദർ ആർ ടു പേഴ്സണാലിറ്റീസ് നൗ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഹോളി ട്രിനിറ്റിയുടെ ഒരു ഇനിഷ്യൽ കാര്യം കിട്ടിക്കഴിഞ്ഞു. Then begin to read. So what happens? This word comes down onto the earth, became flesh to live among us. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആ ദൈവമായിരിക്കുന്ന വചനം ദൈവസന്നിധിയിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് എന്തായി? ഇറ്റ് became flesh. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഈസ് ജീസസ്, ഇല്ലേ? രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പെട്ടെന്ന് മനസ്സിലാകും സ്വർഗത്തിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് ആരിറങ്ങി വന്നത്. കാരണം ജീസസ് പറഞ്ഞു, I am the bread who has come down from heaven. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ആരാണ്? ഞാനാണെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ us ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? വിൽ ഹാവ് മോർ ഇൻട്രസ്റ്റ് ടു കണ്ടിന്യൂ ദ സ്റ്റഡി. അങ്ങനെ ജോൺ നമ്മൾ ഫുൾ പഠിക്കും. പിന്നീട് ലൂക്കിലേക്ക് പോകുക. then you go on to മാത്യു, then മാർക്ക്. അപ്പോൾ എന്ത് പഠിക്കും? നമ്മൾ 4 സുവിശേഷം പഠിക്കും. ഇറ്റ്സ് എ ലോങ് തിങ്. 4 സുവിശേഷം പഠിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഓൾമോസ്റ്റ് ഹോളി ബൈബിളിന്റെ ഒരു 60% നമ്മൾ പഠിച്ചു കഴിയും. അത് മാത്രമല്ല പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കും. ദെൻ അപ്പോൾ ഈ സുവിശേഷം പഠിച്ചു വരുമ്പോൾ there are so many references to Old Testament, ഇല്ലേ? നമ്മൾ സുവിശേഷം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് when you read Matthew, there are lot many references from the Old Testament. So wherever you come across an Old Testament reference, എന്താ ചെയ്യേണ്ടത്? straight away stop there, go back to that portion. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിൾ റെഫറൻസ് ബൈബിൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് വെരി ഈസി ടു ഗെറ്റ് ഇറ്റ് ഫ്രം ഗൂഗിൾ. ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ ദാറ്റ് വിൽ ടേക്ക് യു ടു ഓൾഡ് ടെസ്റ്റമെന്റ്. അപ്പോൾ ആ പോർഷൻ മുഴുവൻ വായിക്കണം. ആ വാക്യം മാത്രം വായിച്ചാൽ പോരാ. എന്ത് ചെയ്യണം? യു മസ്റ്റ് റീഡ് ദ ഹോൾ ചാപ്റ്റർ. ആ ഓൾഡ് ടെസ്റ്റമെന്റ് ചാപ്റ്റർ വായിച്ചിട്ട് തിരികെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ ഈ 4 ഗോസ്പൽസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓൾഡ് ടെസ്റ്റമെന്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്യാം. ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് when you are strong in the Holy Bible, begin to study from Genesis 1. വിശുദ്ധ വചനം മുഴുവൻ from Genesis 1 to Revelation 22 you must study at least once in your lifetime. പഠിച്ചിരിക്കണം, നോട്ട്സ് ഉണ്ടാക്കിയിരിക്കണം. പിന്നീട് നമ്മൾ വായിക്കുകയാണ്. ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റഡി. യു വിൽ ബിഗിൻ ടു റീഡ് ദ ബൈബിൾ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ വായിച്ചു വരുമ്പോൾ ഓൾറെഡി യു ഹാവ് സ്റ്റഡീഡ് എ ഗുഡ് പോർഷൻ ബേസ്ഡ് ഓൺ ദ ന്യൂ ടെസ്റ്റമെന്റ്, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ജനസിസ് 1 മുതൽ വായിക്കുക പതിയെ. ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് വായിക്കുക, അല്ലെ 2 ചാപ്റ്റർ അല്ലെ 3 ചാപ്റ്റർ വെച്ച് വായിക്കുമ്പോൾ ദീസ് വേഴ്സസ് വേർ യു ഹാവ് ഓൾറെഡി റെഫേർഡ് വിൽ സ്ട്രൈക്ക് യു. ഇറ്റ് വിൽ ക്യാച്ച് യുവർ അറ്റൻഷൻ. അപ്പോൾ then you will remember when did you refer this. അപ്പോൾ നിങ്ങളുടെ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലേ? യു ഹാവ് എ നോട്ട്സ്. ആ നോട്ട്സ് റെഫർ ചെയ്യണം. ഈ നോട്ട്സ് എഴുതുന്നത് നമ്മൾ ധാരാളം പേര് ചെയ്യുന്നതാണ്. എന്ത് ചെയ്യും? എല്ലാം എഴുതി വെക്കും. പക്ഷേ യു വിൽ നെവർ ലുക്ക് ബാക്ക്. തിരിച്ചു പോകാറില്ല. അത് ഉള്ള കാര്യം. അത് ദാറ്റ്സ് എ ഫാക്ട്. വി ഡോണ്ട് ഗെറ്റ് ടൈം ടു ലുക്ക് ബാക്ക് വാട്ട് എവർ വി ഹാവ് റിട്ടൺ, ഇല്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ you have something called examination. So what is the purpose of examination? Examination is set so that you will look back. ടീച്ചർ ഇത്രയും നാൾ പഠിപ്പിച്ചത് 6 months പഠിച്ച കാര്യം എന്ത് ചെയ്യും? എക്സാമിനേഷൻ ദിവസം ഒന്ന് റെഫർ ചെയ്യും, ഇല്ലേ? തിരിച്ചു പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതൊന്ന് റെഫർ ചെയ്യും. 6 മാസം മുൻപ് പഠിച്ചത് മറന്നുപോയി. when you refer it back you will again remember it. It will go deep into your intellect. ബ്രെയിനിന്റെ എവിടേക്ക് പോകും? അകത്തേക്ക് പോകും. മനസ്സിലായോ? ആൻഡ് that will never be lost. നമ്മൾ അറിയണമെങ്കിൽ whatever you have studied in your 8th standard, 9th standard, 10th standard, 1st standard, ഓർത്തോണം, whatever you have studied in your 1st, 2nd and 3rd standard you will be remembering now also. ഒരു poem 1st standard പഠിച്ചത്, if someone asks you to recite it, you will recite without even a single spelling mistake. But
whatever you have studied in 11th standard, if I ask you, you won't be able to tell me in a one word. കാരണം 11th ആയപ്പോഴത്തേക്ക് we became matured, we became overconfident, ഇല്ലേ? We never look back, we never refer back. We go into the exam hall with whatever you heard in the classroom. പക്ഷേ first standard, second standard, third standard അങ്ങനെയല്ല. You will study in the school. As you come back home, your parents will, your mother will ask you, your father will ask you, okay, recite whatever you studied today. You'll be keep on reciting, right? Now when exam comes, you'll be studying it again. So first, second, third, fourth standard, primary level, whatever is there. So ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, follow the same procedure. Be a primary standard student when you study Bible. ഇത് second കാര്യമാണ്. Always be a primary standard student. Never be a college student. Because a college student is overconfident. A college student cannot learn anything from others. He is a self-learner. In Bible, we should never be self-learners. You have to rely on Holy Spirit. You have to rely on your teachers. You have to rely on your co-brothers. നമ്മുടെ സഹോദരങ്ങൾ. You have to rely on the pastor. അതുകൊണ്ട് ബൈബിൾ ഒരിക്കലും സ്വയം ഞാൻ പരിശുദ്ധാത്മാവിലാണ്, there is Holy Spirit in me, so I don't need anyone, അങ്ങനെ ചിലരും പറയാറുണ്ട്. I don't need anyone to teach me Bible, Holy Spirit will teach me Bible. But there is a verse in the Bible, Holy Spirit was not sent as a teacher. Do you know that? അറിയാമോ? പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് അധ്യാപകനായിട്ടല്ല. ആരായിട്ട് അയച്ചിരിക്കുന്നത്? to remind you. മനസ്സിലായോ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് സൂപ്പർവൈസർ ആയിട്ടാണ്. എങ്ങനെ പഠിക്കണം? നമ്മൾ വായിക്കണം, നമ്മൾ പഠിക്കണം, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിക്കണം, മറ്റുള്ളവരോട് ചോദിക്കണം, അറിയാവുന്നവരോട് ചോദിക്കണം, ഇങ്ങനെയുള്ള ബൈബിൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ഇപ്പോൾ മനസ്സിലായല്ലോ ഞാൻ ആദ്യം പറഞ്ഞ എന്താ? Begin your study from John, then come to Luke. Why Luke? Because Luke is a systematic gospel. Luke studied the whole thing and he set it straight. സംഭവങ്ങളെല്ലാം നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതുകൊണ്ട് ലൂക്കിന്റെ ഇറ്റ് ഇസ് ഇൻ മോർ ഡീറ്റെയിൽ. ദെൻ യു കം ടു മാത്യു ആൻഡ് മാർക്ക്. മാത്യു ആൻഡ് മാർക്ക് ഇസ് ഓൾമോസ്റ്റ് സെയിം. എന്നിട്ട് അതിലുള്ള റെഫറൻസ് എവിടെ നോക്കണം? ഓൾഡ് ടെസ്റ്റമെന്റ്. സോ യു വിൽ സ്റ്റഡി ഓൾഡ് ടെസ്റ്റമെന്റ് ആൻഡ് കംപ്ലീറ്റിംഗ് എവറിഥിങ് ബിഗിൻ ഫ്രം ജെനസിസ് 1. രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താണ്? ബി എ പ്രൈമറി ക്ലാസ് സ്റ്റുഡന്റ്. റിപ്പീറ്റ് ചെയ്യുക, റെഫർ ചെയ്യുക, ചോദിക്കുക, സംശയം ചോദിക്കുക. സോ ഇഫ് യു ഡു ദീസ് ടു തിങ്സ്, these things will get so deep into your heart and you will never forget it. Any sleep time, anything, like in your deep sleep, someone ask you, someone shake you up and ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ബൈബിള് പഠിക്കേണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു വാക്യം എന്ത് പറ്റി? ഞാനത് റിപ്പീറ്റ് ചെയ്ത് ഇറ്റ് ഹാസ് ഗോൺ സോ ഡീപ്പ് ഇൻ മൈ ഹാർട്ട്. അത് പോയതിനുള്ള ഗുണം എന്താണെന്നറിയാമോ? എനിക്ക് നാളത്തെക്കുറിച്ച് വിചാരമില്ല. Yes, as a human, I think what is going to happen tomorrow. But as a child of God, I am not bothered. Because I know the right time is the time of God. എന്റേതല്ല. It is not the time set by me. ഞാൻ സെറ്റ് ചെയ്യുന്ന സമയമല്ല തക്ക സമയം. തക്ക സമയം ഏതാണ്? കർത്താവ് സെറ്റ് ചെയ്യുന്ന സമയമാണ് തക്ക സമയം. നമ്മൾ ഈ വാക്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഓൾഡ് ടെസ്റ്റമെന്റ് റെഫറൻസ് എടുക്കാം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, when you study New Testament, wherever there you find a connection to the Old Testament, take the Old Testament. ഇല്ലേ? നമ്മളിന്ന് അധികം ഡീപ്പായിട്ട് പോകുന്നില്ല, അത് ഏകദേശം സ്പർശിച്ചു പോവാം. About time. See, the moment you say God's time, all of a sudden a portion, a book will come into your brain, your understanding. ഏതാണ്? Ecclesiastes, സഭാപ്രസംഗി, chapter 3 എടുത്ത് verse 1. എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട്. A time for every purpose under heaven. ആകാശത്തിന് കീഴിലുള്ള, സ്വർഗത്തിന് കീഴിലുള്ള, ഈ ഭൂമിയിൽ വസിക്കുന്ന എല്ലാത്തിനും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും എന്തുണ്ട്? There is a time. അത് ഏത് ടൈമാണ്? Whose time it is? 11, verse 11. Just നോക്കിയേ verse 11. Verse 11. He has made everything beautiful in his time also. Yes, he has made everything beautiful in its time. ഒന്ന് ഓർത്ത് നോക്കിയേ.
നമ്മൾ കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമുണ്ടോ? ദൈവം, പിതാവായ ദൈവം സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാ സൃഷ്ടിച്ചത്? ഹി ക്രിയേറ്റഡ് എവറിഥിങ് ബ്യൂട്ടിഫുൾ. നമ്മള് ജനസിസിലേക്ക്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യം നമുക്ക് ജനസിസിൽ കാണാം. നമുക്ക് ഒന്ന് പോകാം, ജസ്റ്റ് വിൽ ഗോ. ലൈക്ക് ഇപ്പോ ആ ഒരു വാക്ക് വന്നതുകൊണ്ട്, സിൻസ് ദാറ്റ് വേർഡ് കേം ബ്യൂട്ടിഫുൾ, ലെറ്റ് us go to Genesis 1. See, ഇങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. മനസ്സിലായോ? ഇപ്പോൾ നമുക്കൊരു റെഫറൻസ് കിട്ടിയല്ലോ, ജനസിസ് ചാപ്റ്റർ 1. ഒന്ന് ഓടിച്ചു നോക്കി. ജനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 12, നല്ലത് എന്ന് ദൈവം കണ്ടു. ജനസിസ് ചാപ്റ്റർ 1 12:13 അതിൽ എന്തെഴുതിയിരിക്കുന്നത്? നല്ലത്. ഗോഡ് സോ ദാറ്റ് ഇറ്റ് വാസ് ഗുഡ്. അല്ല, നമുക്കിപ്പോ പറയാം ഗോഡ് സോ ദാറ്റ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. സോ കർത്താവ് എന്ത് ചെയ്തു? അത് സുന്ദരമായിട്ട് തക്ക സമയത്ത് ഉണ്ടാക്കി. സോ ദാറ്റ് വാസ് ദ തേർഡ് ഡേ, ഐ തിങ്ക്. യെസ്. സോ തേർഡ് ഡേ വാസ് ദ റൈറ്റ് ടൈം ഫോർ ദാറ്റ് ക്രിയേഷൻ. അല്ലേ? മുമ്പോട്ട് നോക്കുമ്പോൾ 18 എടുത്ത്, വേഴ്സ് 18, chapter 1 verse 18. ആർക്കും വായിക്കാം? anyone can read, okay? To govern the day and the night, and to separate light from darkness. And God saw that it was good. God saw that it was good. ഈ ജനസിസ് ചാപ്റ്റർ 1 ഏകദേശം 7 പ്രാവശ്യത്തോളം എന്ത് പറഞ്ഞിട്ടുണ്ട്? നല്ലത്, നല്ലത്, നല്ലത്. God saw that it was good. ഓർത്ത് നോക്കി, നമ്മളിപ്പോൾ എക്ലേസിയാസ്റ്റസ് ചാപ്റ്റർ 3 വേഴ്സ് 11 വായിച്ചപ്പോൾ എന്താ കണ്ടത്? He made everything beautiful in its time. ഇതിന്റെ റിയാലിറ്റി എവിടെ കിടക്കുന്നത്? The reality lies in Genesis chapter 1. കിട്ടിയോ? അതിനെ കണക്ഷൻ കിട്ടിയോ? അപ്പോൾ നമ്മൾ എവിടുന്ന ഇങ്ങോട്ട് വന്നത്? We came to സഭാപ്രസംഗി from 1 Peter chapter 5 verse 6. തക്ക സമയം, the perfect time or the due time. മനസ്സിലായോ? അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് റെഫറൻസ് കിട്ടി? തക്ക സമയത്തിന്റെ റെഫറൻസ് കിട്ടി സഭാപ്രസംഗി ചാപ്റ്റർ 3 ചാപ്റ്റർ 3 വേഴ്സ് 1 കിട്ടി. ഇല്ലേ? എന്താണ് തക്ക സമയം? അത് ദൈവത്തിന്റെ സമയമാണ്. ഇറ്റ് ഈസ് എ ടൈം വെൻ ഗോഡ് ക്രിയേറ്റഡ് എവ്രിതിങ് അണ്ടർ ദ സ്കൈ. എവ്രിതിങ് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഞാനൊരു കാര്യം പറയാം. ഇറ്റ്സ് എ ലൈക്ക് ഒരു മർമ്മമാണ്, മിസ്റ്ററി. എവ്രിതിങ് മീൻസ് വാട്ട് എവർ ഈസ് അണ്ടർ ദ സ്കൈ ഫ്രം ദ ടൈം ഓഫ് ബിഗിനിങ് ടു ദ ടൈം ഓഫ് എൻഡ്. പിടി കിട്ടിയോ? Are you getting it? സൃഷ്ടിച്ച നിമിഷം മുതൽ ഈ ലോകത്തിന്റെ അവസാനം എന്ന് വെച്ചാൽ റെവലേഷൻ ചാപ്റ്റർ 21. ലോകത്തിന്റെ അവസാനം എവിടെയാണ്? റെവലേഷൻ ചാപ്റ്റർ 21. There everything finishes. Everything is renewed. കണ്ടോ? പുതിയ ആകാശം, പുതിയ ഭൂമി, ന്യൂ എർത്ത് ആൻഡ് ന്യൂ സ്കൈ. അപ്പോൾ ഫ്രം ജനസിസ് 1 to Revelation 21, God created everything in its time. God created everything beautiful. അപ്പോൾ അതിന്റെ അർത്ഥം നാളെ ഞാൻ എന്താണ് എന്ന്, is it already created or not created? Okay, how is it created? It is created beautiful. Are you getting it? In the beginning of the world, God created my tomorrow beautifully in its time. അതാണ് ദൈവത്തിന്റെ സമയം. ദാറ്റ് ഈസ് ദ ടൈം ഓഫ് ഗോഡ്. ആ സമയത്തെ കുറിച്ചാണ് പീറ്റർ ഇവിടെ പറയുന്നത് ഇൻ 1 Peter chapter 5 verse 6. തക്ക സമയത്ത്. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കരത്തിന് കീഴെ താണിരിപ്പിൻ. ഇനിയും വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹിസ് മൈറ്റി ഹാൻഡ്? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ ദൈവത്തിന്റെ ബലമുള്ള കരം എന്ന് പറയുന്നതുള്ള ബന്ധം എന്താ? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചല്ലോ കുറച്ച് കാര്യങ്ങൾ. ഞാൻ ചോദിക്കാം, when I ask you who created all this, you will say certainly God. ഇല്ലേ? I ask you how did he create? With a word. ഇല്ലേ? bara, ഉണ്ടാകട്ടെ, let that be so. ഇല്ലേ? ഇനിയും when it comes to creation of man, what did he do? പറഞ്ഞോ, വാവുകൊണ്ട് പറഞ്ഞോ, മനുഷ്യൻ ഉണ്ടാകട്ടെ പറഞ്ഞോ. ബാറ അദമ. Did he say that? He made out of Clay, mud. ഓർത്ത് നോക്കി. He molded us with his hand. ദൈവം തന്റെ കൈ കൊണ്ട് എന്ത് ചെയ്തു? എന്നെ മെനഞ്ഞു, ഉണ്ടാക്കി.
He carved me out of the clay. He molded me. He gave me shape with his own hands. So, which is that mighty hand referred in 1 Peter chapter 5 verse 6? It is the same hand that created me. വല്ല മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഷെറിൻ ബ്രദറും ജയ് സിസ്റ്ററും ഓക്കെ. അപ്പോൾ ദൈവത്തിന്റെ ബലമുള്ള കരം എന്താണ്? The same, the hand that created me. എന്നെ സൃഷ്ടിച്ച ആ കരമാണ് ദൈവത്തിന്റെ ബലമുള്ള കരം. അപ്പോൾ ആ ബലമുള്ള കരം കൊണ്ട് എന്നെ സൃഷ്ടിച്ചപ്പോൾ what all things he created for me, each moment of my life I am on this earth, he created with that mighty hand. Can you get that? അതൊന്ന് ഗ്രാസ്പ് ചെയ്ത് അകത്തേക്ക് ടേക്ക് ഇറ്റ് ഇൻ യുവർ ഹാർട്ട്. എന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവം സൃഷ്ടിച്ചത് വാ കൊണ്ടല്ല, ദൈവം എന്നെ സൃഷ്ടിച്ചത് കൈ കൊണ്ടാണ്. ഹി മോൾഡഡ് മീ ഇൻ മൈ മദേഴ്സ് വൂംബ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ കർത്താവിന്റെ കൈ കൊണ്ട് ഇല്ലേ സൃഷ്ടിച്ചപ്പോൾ he just not only created my body, he created my each moment on this earth. എൻ്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും കർത്താവ് അപ്പോൾ തന്നെ സൃഷ്ടിച്ചു. അപ്പോൾ what am I supposed to do? I am just supposed to be humble and await under that mighty hand for my tomorrow, but for to be lifted up by God, not by myself. ഞാനായിട്ട് സ്വയം ഉയർത്തുവാൻ വേണ്ടിയല്ല, എന്നെ ആരുയർത്തണം? ദൈവം എന്നെ ഉയർത്തണം. എപ്പോൾ ഉയർത്തണം? തക്ക സമയത്ത്. എങ്ങനെ ഉയർത്തുന്നത്? എന്നെ ഉയർത്തി കഴിഞ്ഞിരിക്കുക. when he created me. എന്നെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം എൻ്റെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഹാപ്പനിങ്.